മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് പോകാം. കൊല്ലം പത്തനാപുരത്ത് പോലീസിന് നേരെ ഉണ്ടായ ഗുണ്ട ആക്രമണത്തിൽ കേസെടുത്ത് പോലീസുകാരെ മനഃപൂർവ്വം ജീപ്പ് പിടിച്ച് കൊല്ലാൻ ശ്രമമെന്നും സർക്കാർ വാഹനത്തിന് കേടുപാടുകൾ ഉണ്ടാക്കിയെന്നുമാണ് എഫ്ഐആർ. പ്രതി ദേവൻ എന്ന സജീവന്റെ ആക്രമണത്തിൽ 3 പോലീസുകാർക്കാണ് പരിക്കേറ്റത്. ഒളിവിൽ കഴിയുന്ന പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഷമീർ അബ്ദുൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷമീർ, എന്താണ് സംഭവം? ഹർഷൻ, കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പത്തനാപുരം പിടവൂർ ക്ഷേത്രത്തിലെ സപ്താഹ ചടങ്ങിനിടെ അവിടെ ഒരു അൽസേഷ്യൻ നായയുമായി ഈ സജീവൻ എത്തുന്നു. തുടർന്ന് അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ശേഷം ഇയാളുടെ കയ്യിൽ കരുതുന്ന പെട്രോൾ ഉപയോഗിച്ച് തൊട്ട് പരിസരത്തിരുന്ന വാഹനങ്ങൾ കത്തിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണ് ക്ഷേത്രം ഭാരവാഹികൾ പോലീസിനെ വിളിച്ച് അറിയിക്കുന്നത്. പോലീസ് ആദ്യഘട്ടത്തിൽ വന്ന് ഇയാളെ പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് അയാൾ മറഞ്ഞു നിന്ന ശേഷം വീണ്ടും വരികയും ക്ഷേത്രത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇയാളുടെ കയ്യിൽ ഒരു ഓഫ് റോഡ് ജീപ്പ് ഉണ്ടായിരുന്നു. ആ ജീപ്പ് ഉപയോഗിച്ച് ആ പോലീസ് വാഹനത്തിൽ കൊണ്ടുവച്ച് ഇടിക്കുന്നത് ശക്തമായി. ആ വാഹനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉള്ളപ്പോൾ തന്നെ ആ ഓഫ് റോഡ് ജീപ്പ് ഉപയോഗിച്ച് ശക്തമായി ഇടിക്കുകയും ജീപ്പിന് ഗുരുതരമായി തകരാറുകൾ വരികയും ചെയ്തു. ജീപ്പിനകത്തുണ്ടായിരുന്ന 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഒരു എസ്ഐയും 2 CPOമാർക്കുമാണ് പരിക്കേറ്റത്. ഇവർ ഇപ്പോൾ പത്തനാപുരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. എന്തായാലും ഈ സജീവൻ നിരവധി ഗുണ്ടാ കേസുകളിലെ പ്രതിയാണ്. ഇയാൾ ഇതിനുശേഷമായി ഈ വാഹനം ഓടിച്ച് അവിടെ നിന്നും കടന്നു കളയുകയും ചെയ്തു. ഇയാളെ ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും കൊലപാതക ശ്രമം, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. മുമ്പും സമാനമായി പോലീസിനെ ആക്രമിക്കുന്ന കേസുകളിൽ ഇയാൾ പ്രതിയാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഹർഷൻ, അതാണ് അതിൻ്റെ വിശദാംശങ്ങളാണ് ഷമീർ അബ്ദുൾ നൽകിയത്. നമുക്ക്